പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട്. ഒന്നാം കിളിപ്പാട്ടിൽ കഥ ചൊല്ലിടുമാ കാട്ടിൽ ഒന്നായൊന്നിച്ചാടി ചെറുവണ്ണാം കിളിക്കൂട്ടം. ചില്ലാടുമാ വീട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ ഒന്നാം കിളി കണ്ടു തൊടു പൊന്നാണയത്താലം പൊന്നാണയത്താലം. നിന്നെയൊന്നു കാണാനായി നിന്നോടൊന്നു മിണ്ടാനായി കാലമേറെ ദൂരെ നിന്നും ഓടി വന്നതാണെൻ പെണ്ണെ. കണ്ടാൻ ഞാനൊരു സുന്ദരന ഈ നാട്ടിന് കിന്നന കോമളന പലകാമിനി മാനുടെ കാമുകന പണ്ടേ ഞാനൊരു വീരന. മീശ വിളിക്കാൻ ഷാരൂഖാൻ ഞാൻ മസലി വിളിക്കാൻ സൽമാൻ ഖാൻ ഫൈറ്റിൽ ഞാനൊരു ജാക്കി ഞാൻ ഫൈറ്റിൽ അമിതാഭ് ബച്ചന. Yes, welcome to Comedy Masters, Nizam bhai. Thank you. Nizam from Calicut. അല്ലേ? Yes, അപ്പം നാദിക നിസാം എന്നാണ് പേര്. അല്ല ഞാൻ പറഞ്ഞ ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യം ആവശ്യമില്ല. അതെ, നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ട്. കുറെ വർഷമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്രവാസിയാണ് ആള്. അത് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായിൽ യു എയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് മിമിക്രി രാജാവാണ്. ഗംഭീര കലാകാരനാണ്. ഒരുപാട് സന്തോഷം. കാരണം നമ്മളുടെ ഇപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 പാട്ടുകൾ ഒരുപാട് സന്തോഷം. അത് ഓർത്തതിൽ വീണ്ടും അത് കാണിച്ചതിൽ താങ്ക് യു. ഒരു ചെറിയ പാട്ടുകൂടെ ഉണ്ട്, അതിന്റെ വിഷ്വൽ എനിക്ക് കിട്ടാനില്ല. അത് പ്രവാസിയുടെ ചരിത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ട ഒരു പാട്ടാണ്, എല്ലാവരും കേൾക്കേണ്ട ഒരു പാട്ടാണ്. പക്ഷെ ആ സിനിമ അങ്ങനെ ഒരു വാനിഷ് ആയതിന്റെ പേരിൽ ആരും അറിയാതെ പോയി. നല്ല പാട്ടാണ് ഹലോ ദുബായ്ക്കാരനിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിന്റെ വരികളൊക്കെ എല്ലാ പ്രവാസികൾക്കും ഭയങ്കരമായിട്ട് ഹൃദയസ്ഥമാവേണ്ടതാണ്, പക്ഷെ പലരും കേട്ടിട്ടില്ല. റഷീദ് പാറക്കിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഡയറക്ടറാണ്, റൈറ്ററാണ്. പിന്നെ ശരിക്ക് സമീർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആരാ പാടിയത്? വിദ്യാധര മാഷ പാടിയിരിക്കുന്നത്. അതും കൂടെ പാടിയില്ല ട്രിബ്യൂട്ട് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നും അത്. അടിപൊളി. അറബി നാട്ടിൽ പൊന്ന് വിളയണ കടകളായിരം കേട്ടു വീട്ടിൽ ഗതിയില്ലാണ്ടൊരു പോക്ക് പോയത് കേൾക്ക് ചങ്ങായി. നമ്മൾ കൊടല് കരിയണ വെയിലും കൊണ്ട് കടലിന് പുറം നിന്നു പൊരിയണതോർക്ക് ചങ്ങായി. പാവം പ്രവാസി ചങ്ങായി. അറബി നാട്ടിൽ പൊന്ന് വിളയണ കഥകളായിരം കേട്ടു വീട്ടിൽ ഗതിയില്ലാണ്ടൊരു പോക്ക് പോയത് കേൾക്ക് ചങ്ങായി. നമ്മൾ കൊടല് കരിയണ വെയിലും കൊണ്ട് കടലിന് പുറം നിന്നു പൊരിയണതോർക്ക് ചങ്ങായി. പാവം പ്രവാസി ചങ്ങായി. വിദ്യാരമാഷിന്റെ ശബ്ദം ആദ്യമായിട്ടാണ് ഞാൻ ഒരാള് ഇമിറ്റേറ്റ് ചെയ്ത് കേൾക്കുന്നത്. ഗംഭീരായിരുന്നു. ഇത് മാത്രം അല്ലാണ്ട് മിമിക്രി കാര്യങ്ങൾ, സ്പോട്ട് അപ്പ്, വേറെ എന്തൊക്കെയാണ്? എന്നെ കലാകാരനാക്കാൻ ഏറ്റവും ഞാൻ മനസ്സിൽ ഗുരുസ്ഥാനത്ത് കണ്ടിട്ടുള്ള ഒരാളാണ് നാദിക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റി. അതുപോലെ നടനാവണമെന്ന് ആഗ്രഹിച്ചിട്ട് സിനിമ മോഹിച്ച് തനിയാവർത്തനം കാണുന്നത് മുതൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ നാദികക്കുള്ള ഡെഡിക്കേഷൻ കഴിഞ്ഞു. ഇനി മമ്മൂക്കയുടെ 6 ഭാഷയിൽ നിന്ന് 6 മിനിറ്റ് കൊണ്ട് ഒരു 16 പടത്തിന്റെ സ്പോട്ട് പോയിട്ട് വന്നിരിക്കുകയാണ്. സെന്റിമെന്റ്സ് സീൻസ് മാത്രമായി. അവൾക്കൊരു ജീവിതം അത്രേ ചിന്തിച്ചുള്ളൂ. നന്നായി, ഭ്രാന്തനായിട്ടും വേണ്ട. നന്നായി ഗോപി. ഞാനൊന്നും കുട്ടികളും ആർക്കൊരു തടസ്സാവില്ല. ഞങ്ങളവിടുന്ന് പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ശ്രീധരം അവർ മുറിയിൽ ചങ്ങലക്കിട്ട് കൂട്ടും. അമ്മയെ കാണാത്തോണ്ടല്ലേ അമ്മ.
എന്തിനാണോ എന്റെ വയറ്റിൽ പറഞ്ഞത്? അലഞ്ഞു തിരിഞ്ഞ് നാറാണൊക്കെ ലടിപ്പിക്കാനായിട്ട് ഈ പൊട്ടനെയാണല്ലോ ദൈവമേ എനിക്ക് തന്നത്. പൊട്ടാതെ വിളിക്കല്ല അമ്മേ. പൊട്ടനാ നീ. പോടാ, എവിടെയെങ്കിലും പോയി ചാട്. കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചു എന്ന് വരില്ല. വേണ്ട, എനിക്കറിയാം സാർ, ഒരിക്കലും അംഗീകരിക്കണ്ട. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ, എൻ്റെ മനസ്സിലേക്ക് ഓമനിക്കാലോ, താരാട്ട് പാടാൻ. പുറത്ത് നോണ സാർ, വാതിലിന് പുറത്ത് നായെ പോലെ ഞാനിവിടെ കാലം കിടന്നോളാം. I'm sorry. I'm really sorry. मैं भी तो अपनी माँ को बहुत चाहता हूँ, मुझे ही फांसी दे दो ना। तू जानता है फांसी क्या होती है? नहीं। फांसी तो जिंदगी तरह गोल जरूर होती, मगर वो जिंदगी देती नहीं, ले लेती है. കോബ, നീ എന്നെ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ആരൊക്കെ പറഞ്ഞാലും നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത് കോബ, ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ലെന്ന്. நான் என்னையா தப்பு பண்ணேன்? ஆனா நானும் தப்பு பண்ணியிருக்கேன். கடைசி வரைக்கும் இந்த ஜனங்களுக்காக வாழ நினைச்சேன் பாரு, அதான் நான் பண்ண பெரிய தப்பு. அது தப்புனா குத்து, உன் மாத்திர தீர வரைக்கும் குத்து. ഇല്ലമ്മേ, ഇല്ല, എൻ്റെ ഒരു കണക്കുമില്ല, എൻ്റെ അധ്വാനത്തിന് കണക്കില്ല, എൻ്റെ ജീവിതത്തിന് കണക്കില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്, എൻ്റെ കയ്യിലല്ല, ഈശ്വരൻ്റെ കയ്യിൽ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ, പോരാ. Every Saturday I fasted for your safety. I know your hardship and loneliness. You know, sometimes I feel so guilty. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായൽ കൊടുത്ത് ഏൽപ്പിച്ചതോട് നീ പറഞ്ഞു കളഞ്ഞല്ല എൻ്റെ അടുത്ത ഭാഗത്തിട്ടാണ്. നന്നായിട്ടുണ്ട്. ഒരാഴ്ച മുഴുവൻ മേക്കിളിന് അടി കൊണ്ട് നടന്നാലും അവസാനം 60 തന്നെ കഴുത്തിൽ. നമ്മളില്ലേ മോള് വരുന്നതിന് മുമ്പ് ഞാൻ ഈ മണ്ണിനോട് വർത്തമാനം പറയായിരുന്നേ. ആളോള് പറഞ്ഞത് ശരിയാ, എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല. റേഷ്യേരിയിൽ എൻ്റെ പേരിൽ നിലവില്ല, ഭൂമിയില്ല. പക്ഷേ ഇതെൻ്റെ മണ്ണ, എൻ്റെ വേർപ്പ് വീണത് അവിടൊക്കെ. ഈ നെല്ലും പാടൊക്കെ നോക്കാൻ പാരും ഇല്ലാണ്ടായി. എന്നെ പോലെ ഇതിനാർക്കും വേണ്ടതായി. ഇത്രയും കാലം പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മയെ ഞാൻ ഒരു രാത്രി നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല അമ്മയല്ലേ. నీ చేసిన పుణ్యం ఏంటి, నా చేసిన పాపం ఏంటి? ఏ దేవుడు నీ కింద విజయ ప్రసాదించింది? ఏ దేవుడు నీ కింద గాత్రదానం చెయ్యదు? పూర్ణ జన్మలో నువ్వు త్యాగమయ్యావా, అన్నమయ్యావా? ఎవడరా చెప్పు, ఎవడరా? எல்லா அப்பாவும் என் பொண்ணுக்கு மாப்பிள்ளை தேடுறாங்க, கல்யாணம் பண்ணி வைக்கிறோம். இதுக்கு தான் என் பொண்ணுக்கு கையும் ஆடாது, காலும் வராது, கல்யாணம் பண்ணி கொடுக்கவே முடியாது. 16ஆவது. ஆனால் ஆசை இருக்கு. எனக்கு அந்த பொண்ணை தவிர வேற யாருமே இல்லை. யாரு வேணாலும் எப்போ வேணாலும் சத்து போகலாம்ல. நான் சாவறதுக்கு முன்னாடி என் பொண்ணுக்கு எல்லாம் பண்ணி கொடுக்கணும்னு ஆசைப்படுறேன். எல்லாரும் കൂടി എന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഇവർ എനിക്ക് ഭഗവാൻ മാതിരി. ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നെ വിശ്വസിക്കണം, അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും സാധിച്ചിട്ടില്ല, ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. അണ്ണവരെ ഒന്ന് പറയൂ, ഞാനല്ലെന്ന് ഒന്ന് പറയൂ. ഇതിലും വലിയൊരു വേദിയിൽ ഇതിനേക്കാളും ഒരു വലിയ സമ്മാനം വാങ്ങണത് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒരു നടനാവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. സാർ, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. അത് പിന്നെ സാറിൻ്റെ പുതിയ പടത്തിൽ എനിക്കൊരു വേഷം. എന്റെ ദൈവം, ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ,
നമ്മൾ ഒരുപാട് പേര് പെർഫോം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ പഞ്ച് ഡയലോഗ് ഉണ്ടാവുമല്ലോ, സിനിമയുടെ വന്ന് പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇത് ഒരു സൈഡിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ പിടിച്ചിരുത്തുകയും മറ്റേ സൈഡിൽ ഈക്വലി ഇമോഷണലായിട്ട് നമ്മളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഫേസിൽ കൂടെയാണ്. ഐ തിങ്ക് യു ക്യാൻ ഓൾസോ ഫീൽ ദ സെയിം തിങ്. തീർച്ചയായിട്ടും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് മമ്മൂക്കയും സിനിമയൊക്കെ വരുമ്പോൾ ആയിട്ട് കരച്ചിൽ വരും, തടിയേ ഉള്ളൂ പെട്ടെന്ന്. പക്ഷേ യു ഡിഡ് എ ഗ്രേറ്റ് തിങ്. ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരേ ഇമോഷൻ തന്നെ കീപ്പ് ചെയ്ത് സെയിം ഒരു ആക്ടറിന്റെ തന്നെ വോയിസ് ചെയ്യുന്നുള്ളത്, അതും പല മോഡുലേഷനിൽ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവർക്ക് അതൊരു വലിയ സംഭവം അല്ലാതെ ഓൾറെഡി ഒക്കെ പറഞ്ഞു. പല ലാംഗ്വേജിൽ ഇവന് ഉള്ളൊരു ഗുണം കിട്ടിയത് എല്ലാ ഭാഷ അറിയാം അല്ലേ? നിനക്ക് എത്ര ഭാഷ അറിയാം? 10-14 ഭാഷയിൽ പാടും. ദൈവമേ, അതാണ് 10-14 ഭാഷയിൽ പാടും. ഈ ഭാഷയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അറബിക്ക് അറിയാമല്ലോടാ? അറിയാം. ഇപ്പൊ മമ്മൂക്ക് അറബിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അതല്ല, ഒരു അപാര കഴിവാണ്. അതായത് ഒരു ഗംഭീര ആക്ടർക്കല്ലാതെ ഇങ്ങനെ ഇത്രയും മോഡുലേഷനിൽ, അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാള് മമ്മൂക്ക അതിഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സീക്വൻസ് ആണ് ഈ കംപ്ലീറ്റ് ചെയ്തത്. അത് നിസ്സാര പണിയല്ല, അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അത് സാധാരണ നീ സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ടോ വേറെ? അല്ല, ഞാൻ പറഞ്ഞ മമ്മൂക്കല്ല, മറ്റേ വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടില്ല. പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവന് കുറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, കുറെ വയസ്സന്മാര് അല്ലേ? അതിനൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഗംഭീര ആക്ടറാണ്, നല്ല വോയിസ് മോഡുലേഷൻ ഉണ്ട്, എല്ലാം. അതായത് ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു വിട്ടേക്കുന്ന കക്ഷി ദൈവം. എന്തായാലും വളരെ നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു വേദിയിൽ നാഷിക്ക് ഇത്രയും മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദാസേട്ടന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ നമുക്കൊന്നും ഈ ഒരു ഫ്ലോറിലൂടെ കാണാൻ പറ്റി. ഇതല്ല, വൈറലായിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സെഗ്മെന്റിൽ ദാസേട്ടന് പറഞ്ഞു കൊടുക്കുന്ന സംഭവമൊന്നുമല്ല, അത് ആ വോയിസിൽ പാടി വിട്ടിട്ട് ഞാൻ ഇങ്ങനെ മാറിയിരിക്കുള്ളൂ. അല്ല, പക്ഷേ മനഃപൂർവ്വം എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വേറെ കൈ നിട്ടുന്നുള്ളൂ, അത് കൈ നിട്ടുന്നുള്ളൂ. അതെന്താ ദാസേട്ടൻ കണ്ടിട്ടില്ല ശരിക്കും. ദാസേട്ടൻ പോയി കഴിഞ്ഞിട്ട് വേറെ അത് നമുക്ക് കാണാൻ പറ്റി. നാഷിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യവും അനുഗ്രഹമാണ്. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ ഫ്ലോറിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ എണ്ണം പറഞ്ഞ കുറച്ച് പാട്ടുകൾ നാഷിക്ക ചെയ്തതിൽ ബെസ്റ്റ് വെറൈറ്റീസ്. അതിൽ ആ ദിലീപേട്ടന്റെ പാട്ടില്ലേ, അതൊക്കെ അസലായിരുന്നു, രസമായിട്ട് അത് പാടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പ്രകടനം കാണാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നാമത് സെലക്ട് ചെയ്ത പടങ്ങള്, ഇത് ഡബ് ചെയ്യാനായിട്ട് എടുത്ത പടങ്ങളെ ഫസ്റ്റ് തനിയാവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പൊ ആ പടം കണ്ടിട്ട് ഇന്നും മനസ്സിൽ നിന്ന് പോകാത്ത പടങ്ങളാണ് ആ വന്ന ഓർത്ത് ഇണക്കിയത്. പിന്നെ അതിനകത്ത് ഓരോ മീറ്ററും ഒക്കെ കറക്റ്റാക്കി ഒരിടം ഒന്ന് പാളിച്ച വരാതെ അങ്ങ് പോയെ. അന്നേരം ഞാൻ എങ്ങനെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒത്തിരി അതായത് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മുടെ താരവിലാട്ടം എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് ഇപ്പൊ നിസാം ഭായ് വന്ന് പെർഫോം ചെയ്ത് കിഡിലോ ആക്കിയിരിക്കുന്നത്. ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നമ്മൾ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് നമുക്ക് ഇവിടുന്ന് തരാൻ പറ്റുന്നത്. ആൻഡ് യെസ് മാസ്റ്റേഴ്സ്, നിസാം അവിടുന്ന് ഒരു പ്രവാസിയായിട്ട് നിന്നിട്ട് നിസാം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ അത്രയും റെസ്പെക്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ വേദിയിൽ വരാൻ കാണിച്ചൊരു മനസ്സ്, ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു കലാകാരൻ ഈ വേദിയിൽ വരാൻ കാണിച്ചൊരു മനസ്സിന് നമ്മൾ മാക്സിമം ആണ് നമ്മൾക്ക് ഇവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും മാക്സിമം സ്നേഹമായിട്ട് 5 സ്റ്റാർ. സൂപ്പർ. നമ്മുടെ ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ് 5 സ്റ്റാർ എന്ന് പറയുന്നത്. അതാണ് നിസാം ഭായിക്ക് ലഭിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നാദിക തന്നെ അത് കൈയോടെ വന്ന് കൊണ്ട് തരട്ടെ. തീർച്ചയായും അല്ലേ നാദിക? പ്ലീസ് വരുന്നതാണ് ആഗ്രഹം, പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. Here you go. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും സമ്മാനമായി ലഭിക്കുന്നുണ്ട്.